ഹായ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇപ്പോൾ നമുക്കറിയാം ഡ്രൈവർ മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എക്സാമാണ് ഡ്രൈവർ എക്സാമുകൾ അല്ലെങ്കിൽ യൂണിഫോം ഡ്രൈവർ എക്സാമുകൾ. ഇപ്പോൾ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ആ സമയം എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തണം എന്ന അടങ്ങിയ ഒരു ടൈം ടേബിളാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് 30 ദിവസം കൊണ്ട് എങ്ങനെ ഈ സിലബസ് കൃത്യമായിട്ട് പഠിച്ച് തീർക്കാം, അല്ലെ വേണ്ട കാര്യങ്ങൾ മാത്രം എങ്ങനെ കൃത്യമായിട്ട് പഠിച്ച് തീർക്കാം എന്നുള്ള ഒരു ടൈം ടേബിളാണ് നമ്മുടെ CPO ഫയർമാൻ 30 ഡേയ്സ് ടൈം ടേബിൾ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി അത് പ്രിപ്പയർഡ് ആണ്. ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം, എക്സാമിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അടങ്ങിയ ഒരു ടൈം ടേബിളാണ്. ഈ ടൈം ടേബിൾ തരുന്നു, ഇതനുസരിച്ച് നിങ്ങൾ ആപ്പിലെ ക്ലാസ്സുകൾ കണ്ട് പഠിക്കുന്നു, വീക്കിലി എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്നു, ലൈവ് സെക്ഷൻസ് അറ്റൻഡ് ചെയ്യുന്നു. അങ്ങനെ വളരെ ചെറിയ സമയം കൊണ്ട് നിങ്ങൾ എളുപ്പത്തിൽ ഈ ടോപ്പിക്കുകളിലൂടെ കടത്തി വിടുക, അല്ലെങ്കിൽ ടോപ്പിക്കുകളിലൂടെ കടന്നു പോവുക, കൃത്യമായിട്ട് പഠിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ തയ്യാറാക്കിയ ഒരു ടൈം ടേബിളാണ് ഈ 30 ഡേയ്സ് ടൈം ടേബിൾ. ആദ്യം നോക്കിക്കോളൂ, ഡേ 1 നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഹിസ്റ്ററിക്കും മാത്സിനും ആണ്. അല്ലെ, ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അവിടെ യൂറോപ്യന്മാരുടെ വരവ്, ബ്രിട്ടീഷ് ആധിപത്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം, അതേപോലെ ഇംഗ്ലണ്ടിന്റെ വേൾഡ് ഹിസ്റ്ററി, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ആ ദിവസം തന്നെ നമ്മൾ മാത്സിലെ സംഖ്യകൾ, അടിസ്ഥാന ക്രിയകൾ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, ശ്രേണികൾ തുടങ്ങിയ ഭാഗങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു ടോപ്പിക്കുകൾ ആ ഒരു ദിവസം കൊണ്ട് നമ്മൾ കവറപ്പ് ചെയ്യുകയാണ്. അത് രണ്ടാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ നമ്മളവിടെ ജോഗ്രഫിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമുക്കറിയാം ജോഗ്രഫിയുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം. അത് ഇന്ത്യൻ ജോഗ്രഫിന്നും കേരള ജോഗ്രഫിന്നും ഓരോരോ ടോപ്പിക്കുകൾ വീതവും, അതേപോലെ കലാ, കായികം, സാഹിത്യം എന്ന് പറയുന്ന ഭാഗത്തിന് നമ്മൾ ആ ഒരു രണ്ടാം ദിവസം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ, മൂന്നാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ നമ്മളവിടെ സ്പെഷ്യൽ ടോപ്പിക്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മുടെ മാറിയ BNS അല്ലെ, BNSന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതേപോലെ താപവും ഊഷ്മാവും, ഫയർമാൻ ആണെങ്കിൽ താപവും ഊഷ്മാവും എന്ന് പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ആ ഭാഗങ്ങളാണ്. പിന്നീട് ഡ്രൈവിംഗ് റിലേറ്റഡ് സ്പെഷ്യൽ ടോപ്പിക്സ് നമുക്കറിയാം 30 മാർക്ക് എടുത്താണ് അതിൽ വരുന്നത്. ആ ഒരു പോർഷൻസിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് മൂന്നാം ദിവസം നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സിന് മാത്രമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. നാലാം ദിവസം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനും കറണ്ട് അഫയേഴ്സിനും ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള പഠനമാണ് നടക്കുന്നത്. അവിടെ ഭരണഘടന നിർമ്മാണ സമിതി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ആമുഖം, പൗരത്വം, മൗലിക അവകാശങ്ങൾ പഠിക്കുന്നു. കറണ്ട് അഫയേഴ്സും പഠിക്കുന്നു. നമുക്ക് ആവശ്യമായിട്ടുള്ള കറണ്ട് അഫയേഴ്സുകൾ PDF-ഉം ക്ലാസ്സുകളുടെ രൂപത്തിൽ നിങ്ങൾക്ക് തരുന്നു, നിങ്ങൾ അവിടെ പഠിക്കുന്നു. അഞ്ചാം ദിവസം നമ്മൾ മാത്സ് പഠിക്കുന്നു. മാത്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ, എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ മാത്രം നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കുന്നു. ജോഗ്രഫി പഠിക്കുന്നു. അതേപോലെ കെമിസ്ട്രി, സയൻസ്, ആറാം ദിവസം കെമിസ്ട്രിക്കും എക്കണോമിക്സിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കുന്നു. പിന്നീട് ഏഴാം ദിവസം എന്ന് പറയുന്നത് BNSന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് റിവിഷൻ ഡേ ആണ്. ആ റിവിഷൻ ഡേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുവരെ ആദ്യം മുതൽ 7ാം ദിവസം വരെ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്നും കൂടെ റിവൈസ് ചെയ്യുകയും അതിൻ്റെ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു 30 ദിവസത്തിൻ്റെ ടൈം ടേബിളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടൈം ടേബിൾ വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പോർഷൻസ് കവറപ്പ് ചെയ്യാനും കൃത്യമായിട്ട് ആ ടോപ്പിക്കുകളിലൂടെ കടന്നു പോകാനും സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ടൈം ടേബിൾ ബേസ് ചെയ്തുള്ള പഠനമാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു എക്സാം ഓറിയൻറ്റഡ്, PSC പോലുള്ള എക്സാം ഓറിയൻറ്റഡ് പഠനത്തിന് യൂസ്ഫുൾ ആകുക. അപ്പോൾ അത്തരത്തിലൊരു ടൈം ടേബിൾ ബേസ് ചെയ്തുള്ള പഠനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സിലബസ് തീർക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഇത്തരത്തിലൊരു 30 ഡേയ്സ് ടൈം ടേബിൾ കൊണ്ട് പഠിക്കുന്നത്. പിന്നീട് ഇത്തരത്തിൽ 30 ദിവസത്തോളം നീളുന്ന ഒരു ടൈം ടേബിളാണ്. 30 ദിവസം കൊണ്ട് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആവുകയും പ്രോപ്പറായിട്ട് റിവിഷൻ നടക്കുകയും എക്സാമുകൾ അറ്റൻഡ് ചെയ്യാനും ഇതിലൂടെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ടൈം ടേബിൾ ബേസ് ചെയ്തുള്ള പഠനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇത്തരത്തിലൊരു 30 ഡേയ്സ് ടൈം ടേബിളിലൂടെ കൃത്യമായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഫോളോ അപ്പ് ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോടുകൂടി, സ്റ്റഡി സ്ട്രാറ്റജിയോടുകൂടി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് എങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സിലബസ് കവറപ്പ് ചെയ്യാനും റിവിഷൻ ചെയ്യാനും എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് നോക്കാനുമെല്ലാം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഏറ്റവും പുതിയൊരു ബാച്ചാണ് യൂണിഫോം ഡ്രൈവർ കോംബോ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 30 ഡേയ്സ് കോഴ്സാണ്. 30 ദിവസം കൊണ്ട് 30 ദിവസവും ടൈം ടേബിൾ ബേസ് ചെയ്ത് എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് ലൈവ് ക്ലാസ്സുകൾ, അതോടൊപ്പം റെക്കോർഡഡ് ക്ലാസ്സുകൾ സഹിതം നിങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഈ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഇതിൽ ജോയിൻ ചെയ്യാനും നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ വീക്ക് തന്നെ ഈ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.